ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ IBSA Tier 2 എക്സാംസിന്റെ ഡേറ്റ് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ വഴിക്ക് എന്താണ് എക്സാംസ് വരികയാണ് അല്ലേ. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ഈ എക്സാമിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ Tier 1 ക്വാളിഫൈ ചെയ്തവരൊക്കെ Tier 2 എക്സാംസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സും എല്ലാം ഇവിടെ ഓൺഗോയിങ് ആണ്. അതിൽ ഒരുപാട് കുട്ടികളുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാതാണെങ്കിൽ നിങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇവൻ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ പാസേജ് പ്രാക്ടീസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ പാസേജ് റൈറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു കാരണവശാലും വരുത്താൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഇനിയുള്ള വളരെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട, തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ടു നിങ്ങൾ Tier 2 എക്സാംസിന് വേണ്ടി എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടു എൻ്റെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ഇനി അങ്ങോട്ട് സെന്റൻസ് ഇപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞു, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ജനറൽ പാസേജ് മാത്രം നോക്കിയല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതല്ലേ. നമ്മൾ എപ്പോഴും ഏറ്റവും ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ആദ്യത്തെ ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതേ ഡിഫിക്കൽട്ടിയിലുള്ള പാസേജസ് അല്ല ലാസ്റ്റ് നമ്മൾ നോക്കേണ്ട അല്ലേ. സോ കറന്റ് റെലവെന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് പാസേജസ് ഒക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി എക്കണോമിക്സിലേക്ക് ആണെങ്കിലും ജോഗ്രഫിയിലേക്ക് ആണെങ്കിലും റീസെന്റ് ആയിട്ട് നിങ്ങൾ എക്സാംസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് പാസേജസ് ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓഫ് കോഴ്സ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള വൊക്കാബുലറിയും അതുപോലെ തന്നെ ഫ്രേസസും അതുപോലെ എക്സ്പ്രഷൻസും എല്ലാം ഉണ്ടാവും. അതൊക്കെ കുറച്ചും കൂടെ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് സ്ട്രക്ചർ നല്ല രീതിയിൽ മനസ്സിലാക്കി എഴുതാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ എഡിറ്റോറിയൽ പ്രാക്ടീസ് നല്ല രീതിയിൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുക. കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് പാസേജസും പ്രാക്ടീസ് ചെയ്യുക. ജനറൽ പാസേജസ് അല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി പാസേഴ്സിന്റെ പ്രാക്ടീസ് വരുത്തുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇനി അങ്ങോട്ട് ഒരു രീതിയിലും മിസ്റ്റേക്സ് ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇനി നിങ്ങൾ എഴുതുന്ന സെന്റൻസുകൾ എഴുതുമ്പോൾ സെന്റൻസിന്റെ ഗ്രാമാറ്റിക് സ്റ്റെബിലിറ്റി വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മലയാളം ടു ഇംഗ്ലീഷ് ചെയ്താലും ഇംഗ്ലീഷ് ടു മലയാളം ചെയ്താലും സെന്റൻസിന്റെ ഗ്രാമാറ്റിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് എൻറ്റയർലി കറക്റ്റ് നിങ്ങൾക്ക് ആക്കി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും സെന്റൻസിന്റെ ബേസിക് ഗ്രാമർ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സെന്റൻസിന്റെ ടെൻസ് നിങ്ങൾ നോക്കുക. സെന്റൻസിന്റെ ടെൻസ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ട് അത് കംപ്ലീറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം അല്ലെ. നമ്മൾ മലയാളത്തിൽ നോക്കിയാലും ഇംഗ്ലീഷിൽ നോക്കിയാലും സെൻസ് എന്തിനെ കുറിച്ചാണ്, നിങ്ങൾ എപ്പോഴും വെർബ് നോട്ടീസ് ചെയ്യുക. വെർബിന്റെ ടെൻസ് ആണ് എപ്പോഴും എന്തായിട്ട് വരിക, സെന്റൻസിന്റെ ടെൻസ് ആയിട്ട് വരിക. അപ്പൊ തന്നിരിക്കുന്ന വെർബ് ഐഡന്റിഫൈ ചെയ്യുക, വെർബ് ഏത് ടെൻസിലാണെന്ന് നോക്കുക. വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഒരിക്കലും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സെന്റൻസ് പ്രസന്റിലോ ഫ്യൂച്ചറിലോ കൊണ്ടുപോയി എഴുതാനായിട്ട് പാടില്ല. അവിടെ മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും. എസ്പെഷ്യലി ചില പോളിസീസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഫ്യൂച്ചർ ടെൻസും പാസ്റ്റ് ടെൻസും പ്രസന്റും ഒക്കെ തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരാറുണ്ട് അല്ലെ. മീനിങ് ചിലപ്പോൾ എൻറ്റയർലി മാറും. അപ്പൊ അതുകൊണ്ട് സെന്റൻസിന്റെ ഗ്രാമാറ്റിക് സ്റ്റെബിലിറ്റി നോക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മോസ്റ്റ് എസ്പെഷ്യലി സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് എന്ത് ചെയ്യാം, എപ്പോഴും ശ്രദ്ധിക്കുക. സിംഗുലർ സബ്ജക്റ്റിൽ കൊണ്ടുവന്നിട്ട് പ്ലൂറൽ വെർബ് കൊടുക്കരുത്, അതുപോലെ തിരിച്ചും ചെയ്യരുത് അല്ലെ. അവിടെയൊക്കെ സെന്റൻസിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ മാറുകയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ സെന്റൻസിന്റെ ഒരു ബേസിക് ഗ്രാമാറ്റിക് സ്റ്റെബിലിറ്റി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് നോക്കാനുള്ള സമയമില്ലെങ്കിൽ പോലും ആ ബേസിക് ആയിട്ട് സെന്റൻസിന്റെ അടിസ്ഥാനപരമായിട്ട് പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വിസിബിൾ ആയിട്ടുള്ള ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് മൾട്ടിപ്പിൾ സ്ക്രാച്ച് വേർഡ്സ്. ഒരു പാസേജ് വായിക്കുന്ന സമയത്ത് ആ പാസേജിൽ തലങ്ങും വിലങ്ങും വെട്ടിയും തിരിച്ചും ഇട്ടിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. സോ എപ്പോഴും സെന്റൻസിൽ ഒരു സ്ട്രക്ചർ എന്ത് വേണം, എഴുതുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. മാക്സിമം സ്ക്രാച്ച് വേർഡ്സിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലും സ്പീഡിനിടയ്ക്ക് നമുക്ക് മിസ്റ്റേക്ക് വേർഡ്സിനിടയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാകുന്ന ടൈമിൽ വെറുതെ അതിനെ അനാവശ്യമായിട്ട് സ്ക്രാമ്പിൾ ചെയ്യാതിരിക്കുക. എങ്ങനെ ചെയ്യുക, ജസ്റ്റ് 2 ലൈൻ മാത്രം ഇട്ട് മിസ്റ്റേക്സിനെ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ വെറുതെ കുത്തി വെച്ച് സ്ക്രാമ്പിൾ ചെയ്ത് പേപ്പറിൽ വെക്കരുത്. ഓക്കെ, ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. ഓൾറെഡി മിസ്റ്റേക്സ് അല്ലെങ്കിൽ കൂടുതൽ വരാൻ സാധ്യത ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ക്രാച്ച് വേർഡ്സിന്റെ എണ്ണം പരമാവധി കുറയ്ക്കുക. ഉണ്ടെങ്കിൽ തന്നെ അതിനെ വൃത്തിയായിട്ട് വെട്ടിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു വേർഡ് എഴുതുന്നിടയ്ക്ക് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നു, ഉടനെ ആ വേർഡ് അവിടെ വെച്ച് പകുതിക്ക് വിട്ടിട്ട് വീണ്ടും എന്താണ് അതിന്റെ ബാക്കി എഴുതി തുടങ്ങാന്നുള്ളതല്ല. ഒരു വേർഡ് മിസ്റ്റേക്ക് വന്നാൽ അത് റീഡബിലിറ്റി കൂട്ടുക. ഞാൻ എപ്പോഴും റീഡബിലിറ്റി എന്നുള്ളത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിനേക്കാൾ കൂടുതൽ IB ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, റീഡബിലിറ്റിക്ക് തന്നെയാണ്. സോ ഒരു വേർഡ് മിസ്റ്റേക്ക് വന്നു അവിടെ വെച്ച് വെട്ടി വീണ്ടും അതിന്റെ ബാക്കി എഴുതാന്നുള്ളതൊന്നും അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു വേർഡ് എഴുതുന്നു, മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വേർഡ് മൊത്തത്തിൽ ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ട് ആ വേർഡ് ഒന്ന് റീറൈറ്റ് ചെയ്യുക. ഓക്കെ, സ്ക്രാച്ച് വേർഡ്സ് നിങ്ങൾ എപ്പോഴും അങ്ങനെ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ? ഓക്കെ അല്ലേ? ദെൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മലയാളത്തിലേക്ക് ഒരു സെന്റൻസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ട്രക്ചർ അതുപോലെ, ഇംഗ്ലീഷിലെ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ അതുപോലെ കോപ്പി ചെയ്തിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മലയാളത്തിലേക്ക് എഴുതേണ്ടത്.
ഓക്കെ, സെന്റൻസിന്റെ മീനിങ് നിങ്ങൾ ആദ്യം ഗ്രാസ്പ് ചെയ്യുക. ഇംഗ്ലീഷ് തിരിച്ചാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യമാണ്, മലയാളത്തിൽ അതേ ഓർഡറിലല്ല ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടത് അല്ലേ. എങ്കിലും കൂടുതലും ഈ ഒരു പ്രശ്നം കാണാറുള്ളത് ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷനിലാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് കിട്ടുമ്പോൾ അതേ ഓർഡറിൽ, അതിൽ തന്നിരിക്കുന്ന അതേ വേർഡ് ഓർഡറിലോ അല്ലെങ്കിൽ സെന്റൻസ് ഓർഡറിലോ മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടല്ല, വേർഡ് ട്രാൻസ്ലേഷൻ അല്ല ഇത് പ്രിഫറൻസ് കൊടുക്കുന്നത്. എന്തിനാണ്? അതിൽ തന്നിരിക്കുന്ന ആ സെന്റൻസിന്റെ തീമിനെ, അതിന്റെ മീനിങ്ങിനെ നമ്മൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ വേർഡിന്റെ ഓർഡർ നോക്കിയിട്ട് ആ സ്ട്രക്ചർ അതുപോലെ കോപ്പി ചെയ്യുക എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ആ സെന്റൻസ് നോക്കുക, സെന്റൻസിന്റെ മീനിങ് നോക്കുക, ആ സെന്റൻസിന്റെ മീനിങ് മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്തതിനു ശേഷം മാത്രം വേണം നിങ്ങൾ സെന്റൻസ് എഴുതാനായിട്ട്. അല്ലാതെ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് കാണുമ്പോൾ ഫസ്റ്റ് വേർഡ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് കിട്ടിയല്ലോ അതേ ഓർഡറിലും എഴുതി തുടങ്ങാം, സ്ട്രക്ചർ അതുപോലെ കോപ്പി ചെയ്ത് എഴുതുക എന്നുള്ളതല്ല. എപ്പോഴും വേർഡ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് മീനിങ്ങിന് അവിടെ കൊടുക്കണം എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫോക്കസ് ഓഫ് ദ സെന്റൻസ്. സെന്റൻസ് മുന്നോട്ട് വെക്കുന്നത് എന്ത് ഇമ്പാക്റ്റ് ആണെന്നുള്ളത് അല്ലെ, സെന്റൻസിന്റെ ഫോക്കസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും അറിയണം. അതായത് സെന്റൻസ് പ്രധാനമായിട്ടും പറയുന്ന തീം എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. ആ സെന്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ത് കാര്യത്തിനാണെന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മളത് മലയാളത്തിലേക്ക് മാറ്റിയാലും ആ സെന്റൻസ് ഇംഗ്ലീഷിൽ എന്തിനാണോ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് അതേ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മലയാളത്തിലേക്കും ആ സെന്റൻസ് മാറ്റാനായിട്ട് അല്ലെ. ചിലപ്പോൾ ഒരു സെന്റൻസിൽ പല പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ എല്ലാം കോർ മീനിങ് ആയിട്ട് സെന്റൻസിന്റെ ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് സെന്റൻസ് മുന്നോട്ട് വെക്കുന്ന തീം എന്നുള്ളത് മനസ്സിലാക്കുക. ആ തീമിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവോയ്ഡ് ദ അൺവാണ്ടഡ് യൂസ് ഓഫ് കണക്റ്റിംഗ് വേർഡ്സ്. അൺവാണ്ടഡ് ആയിട്ടുള്ള കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാലും മലയാളത്തിലേക്ക് മാറ്റിയാൽ നമ്മൾ സെന്റൻസ് ഷോർട്ട് ആക്കുക എന്നോട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഷോർട്ട് ആക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, കീവേഡ്സ് ഒരിക്കലും മിസ്സാവരുത്. കീവേഡ്സ് അല്ലെ മീനിങ് പോകുന്ന രീതിയിൽ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടല്ല ചെയ്യേണ്ടത് അല്ലേ. കണക്റ്റിംഗ് വേർഡ്സ് അനാവശ്യമായിട്ട് വരുന്നത്, മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അനാവശ്യമായിട്ട് വരുന്ന ഈ കണക്റ്റിംഗ് വേർഡ്സ് ഒഴിവാക്കുക. കണക്റ്റിംഗ് വേർഡ്സ് കൂട്ടാതെ സെന്റൻസ് ഷോർട്ടായിട്ട് എങ്ങനെ നമുക്ക് എഴുതാന്നുള്ളത് നോക്കുക. അത് ഈ പറയുന്ന സെന്റൻസിന്റെ ഓർഡർ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അനാവശ്യമായിട്ടുള്ള കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യുന്ന അവിടെ കുറയ്ക്കാൻ പറ്റും. അത് സെന്റൻസ് ഷോർട്ട് ആക്കുന്നതിനുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സിമ്പിൾ സെന്റൻസ് ആർ പ്രിഫേർഡ്. നമ്മൾ വലിയ സംഭവം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു സെന്റൻസിനെ നമ്മൾ ഒരുപാട് കോംപ്ലക്സ് വേർഡ്സ് ഒക്കെ ആഡ് ചെയ്ത് ഭയങ്കര കടുകട്ടിയാക്കി ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ടൊന്നും അവതരിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. വീണ്ടും ഞാൻ പറയുന്നു, അവിടെ എന്തിനു തന്നെയാണ് ഇമ്പോർട്ടൻസ്, സെന്റൻസിന്റെ മീനിങ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ മറ്റേ ഭാഷയിലേക്ക് കൺവേ ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിന് തന്നെയാണ് ഇമ്പോർട്ടൻസ്. സോ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് വളരെ ചെറിയൊരു സെന്റൻസ് കൊടുക്കുക എന്നുള്ളതല്ല. കീവേഡ്സ് ഒന്നും മിസ്സാകാത്ത രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് നിങ്ങൾ കൊടുത്താൽ മതി. അധികം കോംപ്ലക്സ് ആക്കിയിട്ട് നിങ്ങൾ കൂടുതൽ കടുകട്ടി വൊക്കാബുലറി യൂസ് ചെയ്തൊന്നും വെച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. മീനിങ് പോകാത്ത രീതിയിൽ മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഫോം ചെയ്യാനായിട്ട് നിങ്ങളവിടെ ശ്രദ്ധിക്കുക. ക്ലിയർ? ഓക്കെ. ഇതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബേസിക് ആയിട്ട് നിങ്ങൾ വരുത്താൻ പാടില്ലാത്ത മിസ്റ്റേക്സ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകണം. അതുപോലെ നമുക്ക് വരാനായിട്ട് പോകുന്ന ഇനി ഉടനെ നമ്മുടെ അടുത്ത IB സെക്യൂരിറ്റി ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും അല്ലേ. അപ്പൊ ഇത്തവണത്തെ എക്സാമിൽ ടയർ 1 വീണിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. ടയർ 2 കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഇല്ലാതിരുന്ന ഒരുപാട് പേരെ ഉണ്ടായിരിക്കും. സോ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമുകളിലേക്ക് ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിയോടുകൂടി, അതായത് ടയർ 1, ടയർ 2 ആൻഡ് ലാസ്റ്റ് ഇന്റർവ്യൂ സ്റ്റേജ് വരെയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ലോങ് ടേം ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന IBSAക്ക് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മുടെ ഒരു IB സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ലോങ് ടേം ബാച്ച് എന്ന് പറയുന്നത്. സോ ടയർ 1 പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ടയർ 2 നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ എന്താണ് ഓൾറെഡി നമുക്ക് ഒരു ബാച്ച് ഓൺഗോയിങ് ആണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ട്രെയിനിങ്ങിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് സെപ്പറേറ്റ് അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് ഇന്റർവ്യൂവിനുള്ള കൃത്യമായിട്ടുള്ള ടോപ്പിക്സും ക്ലാസ്സും അതിന്റെ ഗൈഡൻസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റോട് ബന്ധപ്പെട്ട ക്ലാസ്സും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഗുലർ ബേസിൽ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ്ലി ഇനി വരാൻ പോകുന്ന IB സെക്യൂരിറ്റി ടെസ്റ്റിനെ ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുക. ഒരു കംപ്ലീറ്റ് ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ്. എല്ലാം ഈ ഒരു ലോങ് ടേം ബേസിൽ ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ അസിസ്റ്റൻസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. റെഗുലർ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാക്കും, PYQ ബേസ്ഡ് റിവിഷൻസ് ഉണ്ടായിരിക്കും, അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക, എത്രയും വേഗം അടുത്ത എക്സാമിനുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എക്സാംസ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്. ബൈ.